Hello guys and welcome back to Best Car Picks. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് കഴിഞ്ഞ മാസം ഏറ്റവും കൂടുതൽ സെയിൽ വന്നിട്ടുള്ള 10 വണ്ടികളെ പറ്റിയാണ്. ആൻഡ് ഇവിടെയും എപ്പോഴും പറയുന്ന പോലെ ഒരു വലിയ വ്യത്യാസം വന്നിട്ടുണ്ട്. ഒറ്റ പ്രാവശ്യം മുമ്പ് വന്നിട്ടുള്ളൂ. അത് വൈകാതെ നിങ്ങൾക്ക് മനസ്സിലാവും. എന്തായാലും നമ്മുടെ 10th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം മാരുതി സുസുക്കിയുടെ ഇക്കോ ആണ്. ഇക്കോയ്ക്ക് കഴിഞ്ഞ മാസം 12,060 വാഹനങ്ങളുടെ സെയിലാണ് കിട്ടിയത്. മാർച്ച് 2024, അതായത് നമ്മൾ മന്ത് ഓൺ മന്ത് ബേസിലാണ് കമ്പയർ ചെയ്യുന്നത്. അതായത് അതിൻ്റെ തൊട്ട് മുന്നത്തെ മാസം 12,019 വാഹനത്തിൻ്റെ സെയിൽസ് ആയിരുന്നു കിട്ടിയിരുന്നത്. ജസ്റ്റ് 41 വാഹനങ്ങളുടെ വ്യത്യാസവും 0.34% ഗ്രോത്ത് റേറ്റ് മാത്രമാണ് ഈ ഒരു വാഹനത്തിൽ വന്നിരിക്കുന്നത്. അതായത് ഈ ലിസ്റ്റിലുള്ളതിൽ വെച്ച് ഏറ്റവും കുറവ് ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്നത് ഇതിലാണ് എന്ന് പറയും. പക്ഷേ 5 വണ്ടികൾക്ക് ഡീ ഗ്രോത്ത് ഉണ്ട്, 5 വണ്ടികൾക്ക് ഗ്രോത്ത് ഉണ്ട്. അതിൻ്റെ അകത്ത് ഗ്രോത്ത് ഉള്ള ലിസ്റ്റിലാണ് ഈ വാഹനം കിടക്കുന്നത് എന്ന് പറയും. കൂടുതലും എനിക്ക് തോന്നുന്നു നമുക്ക് ഏകദേശം ഇതിൻ്റെ സെയിൽസ് വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് തന്നെയാണ് മുമ്പോട്ട് പോകുന്നതെന്ന് പറയുന്നതായിരിക്കും നല്ലതെന്ന്. ഇനി അടുത്തതായി 9th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നമ്മുടെ മാരുതി സുസുക്കിയുടെ എർട്ടിഗയാണ്. എർട്ടിഗ ഇപ്പോൾ കുറേ കാലമായിട്ട് 7 സീറ്റർ വണ്ടികളുടെ കാറ്റഗറിയിൽ വളരെ നന്നായിട്ട് സെല് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വാഹനമാണ്. ആൻഡ് മിക്ക മാസങ്ങളും 10,000-ന് മുകളിൽ ഇപ്പോൾ ഇതിന് സെയിൽ കിട്ടാറുണ്ട്. കഴിഞ്ഞ മാസം 13,544 വാഹനങ്ങളുടെ സെയിലാണ് ഇതിന് കിട്ടിയത്. പക്ഷേ എന്തായാലും മന്ത് ഓൺ മന്ത് ബേസിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ സെയിൽസിൽ ചെറിയ ഇടിവാണ് വന്നിരിക്കുന്നത്. കാരണം മാർച്ച് മാസത്തിൽ 14,888 വാഹനങ്ങൾ സെയിൽസും കിട്ടിയിട്ടുണ്ടായിരുന്നു. 1,344 വാഹനങ്ങളുടെയാണ് വ്യത്യാസം വന്നിരിക്കുന്നത്. ആൻഡ് 9.03% ആണ് ഈ ഒരു വാഹനത്തിൽ വന്നിരിക്കുന്ന ടോട്ടൽ ഡീ ഗ്രോത്ത് പെർസെൻറ്റേജ്. അത് നമ്മൾ മറ്റുള്ള വണ്ടികൾ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ സെക്കൻഡായിട്ട് ഏറ്റവും കൂടുതൽ ഡീ ഗ്രോത്ത് പെർസെൻറ്റേജ് കഴിഞ്ഞ മാസം കിട്ടിയിരിക്കുന്ന വാഹനം കൂടിയാണ് എർട്ടിഗ. പക്ഷെ എന്നാൽ പോലും കുഴപ്പമില്ല. ഈ ഒരു ക്ലാസ്സിലുള്ള വണ്ടികൾ പൊതുവെ ഇന്ത്യയിൽ അങ്ങനെ MPVs ഒരുപാട് പോപ്പുലർ അല്ല, പിന്നെ സ്റ്റേഷൻ വാഗൺസ് ഒട്ടും പോപ്പുലർ അല്ല. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിൽ ഇത്രയൊക്കെ സെയിൽസ് കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ നല്ലതാണ്. ഈവൻ ഇതിൻ്റെ തൊട്ട് താഴെ നിൽക്കുന്ന കാരൻസോ ഈ ഹൈക്രോസോ ഏത് വണ്ടിയായാൽ പോലും അതൊക്കെ തീർച്ചയായും 5,000 to 6,000 റേഞ്ചിലെ മാക്സിമം വരാറുള്ളൂ. ഇനി അടുത്തതായി 8th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നമ്മുടെ ബലേനോ ആണ്. ബലേനോയ്ക്ക് കഴിഞ്ഞ മാസം 14,049 വാഹനങ്ങളുടെ സെയിൽസ് ആണ് കിട്ടിയത്. പക്ഷേ മാർച്ച് മാസത്തിൽ 15,588 വാഹനങ്ങളുടെ സെയിൽസും കിട്ടിയതായിരുന്നു. പൊതുവേ നമ്മൾ നോക്കുകയാണെങ്കിൽ ബലേനോ എപ്പോഴും ടോപ്പ് 5-ലാണ് ഉണ്ടാവാറുള്ളത്. പക്ഷേ കഴിഞ്ഞ മാസം എന്തായാലും കുറച്ച് താഴത്തേക്ക് വന്നു, 8th പൊസിഷനിലേക്ക് വന്നിട്ടുണ്ട്. ആൻഡ് സെയിൽസും കമ്പാരിറ്റീവ്ലി കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. 9.87% ആണ് ഇവർക്ക് വന്നിരിക്കുന്ന മന്ത് ഓൺ മന്തിലുള്ള ഡീ ഗ്രോത്ത് പെർസെൻറ്റേജ്. ആൻഡ് അതാണ് നമ്മളിപ്പോൾ ഈ ലിസ്റ്റിൽ നോക്കുകയാണെങ്കിൽ 5 ഡീ ഗ്രോത്ത് വന്ന വാഹനങ്ങളുണ്ടെന്ന് പറഞ്ഞല്ലോ. അതിൽ ഏറ്റവും കൂടുതൽ ഡീ ഗ്രോത്ത് പെർസെൻറ്റേജ് ഉള്ള വാഹനം കൂടിയാണ് ആക്ച്വലി കഴിഞ്ഞ മാസം ബലേനോ. അത് നമുക്ക് ഈ ഒരു പൊസിഷനിൽ നിന്ന് തന്നെ മനസ്സിലാക്കാവുന്നുള്ളൂ. അത്യാവശ്യം നന്നായിട്ട് തന്നെ താഴേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളത് അറിയാലോ. ഇനി അടുത്തതായി 7th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം ഈ ബലേനോയിൽ തന്നെ ബേസ് ചെയ്തിട്ടുള്ള അതിൻ്റെ ക്രോസ് ഓവർ ആണ്. പൊതുവേ മിക്ക മാസങ്ങളിലും ബലേനോയുടെ സെയിൽസ് ഫ്രോങ്സിനൊക്കെ കൂടുതലായിരിക്കും. പക്ഷേ കഴിഞ്ഞ മാസം ഫ്രോങ്സിൻ്റെ സെയിൽ ബലേനോയേക്കാൾ ഒരു ഇത്തിരി കൂടുതലാണ്. 14,286 വാഹനങ്ങളുടെ സെയിൽസാണ് കഴിഞ്ഞ മാസം ഫ്രോങ്സിന് കിട്ടിയത്. ജസ്റ്റ് ഒരു കമ്പാരിസൺ വേണ്ടി പറയാം, ബലേനോയ്ക്ക് ഒന്നുകൂടെ 14,049 വണ്ടികളുടെ സെയിൽസ് ആയിരുന്നു ഇതേ മാസം തന്നെ കിട്ടിയത്. ഇനി നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഫ്രോങ്സിൻ്റെ മന്ത് ഓൺ മന്ത് നോക്കുമ്പോൾ മാർച്ചിൽ 12,531 വാഹനങ്ങളുടെ സെയിൽസ് ആയിരുന്നു കിട്ടിയിരുന്നത്. അതായത് 1,755 വാഹനങ്ങളുടെ വ്യത്യാസവും 14.01% ഗ്രോത്ത് റേറ്റിൽ ലഭിച്ചിട്ടുണ്ട്. 5 വണ്ടികൾക്ക് ഗ്രോത്ത് വന്നതിൽ രണ്ടാമതായി ഏറ്റവും കൂടുതൽ ഗ്രോത്ത് പെർസെൻറ്റേജ് ഉള്ള ഒരു വാഹനം കൂടിയാണ് കഴിഞ്ഞ മാസം ഫ്രോങ്സ്. അപ്പോൾ ആ ഒരു ആസ്പെക്റ്റിൽ നോക്കുകയാണെങ്കിൽ ഫ്രോങ്സ് എന്തായാലും നല്ല രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു ക്രോസ് ഓവർ വണ്ടികളുടെ കാറ്റഗറിയിൽ പിടിച്ചു നിൽക്കുന്നത്. പൊതുവെ ഇന്ത്യയിൽ ഇങ്ങനത്തെ ഒരു ഹാച്ച് ബാക്ക് എടുത്ത് ക്രോസ് ഓവർ ആക്കി സ്റ്റൈലിങ് ഇൻറ്റീരിയർ അങ്ങനെ അധികം മാറ്റാണ്ടൊക്കെ ഇരിക്കുകയാണെങ്കിലും പെട്ടെന്ന് തന്നെ ക്ലിക്ക് ആവാറില്ലായിരുന്നു. പക്ഷേ ഈ വണ്ടി എന്തായാലും അതൊക്കെ മൊത്തത്തിൽ മാറ്റിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഹിറ്റാണ്. ഇനി അടുത്ത 6th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നമ്മുടെ മഹീന്ദ്രയുടെ സ്കോർപിയോ സീരീസിൽ വരുന്ന സ്കോർപിയോ എന്നും സ്കോർപിയോ ക്ലാസിക്കും ആണ്. ഇവരെ പറ്റി ഞാൻ പിന്നെ എപ്പോഴും പറയുന്നതാണ്, ഇപ്പം മിക്ക മാസങ്ങളിലും ടോപ്പ് 10 വണ്ടികളുടെ ലിസ്റ്റിൽ സ്കോർപിയോയുടെ 2 സീരീസും ഉണ്ടാവും. രണ്ടിനും കമ്പൈൻഡ് സെയിൽസ് ആണ് മഹീന്ദ്ര പുറത്തു വിടുന്നത്. ഇത് ഞാൻ എപ്പോഴും പറയുന്നതാണ്. എനിവേ ഇതിന് രണ്ടിനും കൂടെ കഴിഞ്ഞ മാസം 14,807 വാഹനങ്ങളുടെ സെയിൽസ് ആയിരുന്നു ലഭിച്ചത്. മാർച്ച് മാസത്തിൽ 15,151 വാഹനങ്ങളുടെ സെയിൽസും ലഭിച്ചായിരുന്നു. പക്ഷേ വലിയ വ്യത്യാസമൊന്നുമില്ല. 344 വണ്ടികളുടെ വ്യത്യാസവും 2.27% ഡീ ഗ്രോത്ത് റേറ്റും ഉള്ളൂ. പറഞ്ഞു വരുമ്പം വളരെ കുറവ് ഡീ ഗ്രോത്ത് റേറ്റ് എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ എന്നാലും സെക്കൻഡായിട്ട് ഏറ്റവും കുറവ് ഡീ ഗ്രോത്ത് പെർസെൻറ്റേജ് ഉള്ള ഒരു വണ്ടി കൂടിയാണ് നമ്മൾ മന്ത് ഓൺ മന്തിൽ കമ്പയർ ചെയ്യുന്ന സമയത്ത് കഴിഞ്ഞ മാസം സ്കോർപിയോ. ഇനി അടുത്തതായി 5th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നമ്മുടെ ഹ്യുണ്ടായി ക്രെറ്റയാണ്. ക്രെറ്റയ്ക്ക് കഴിഞ്ഞ മാസം 15,447 വാഹനങ്ങൾ സെയിൽസാണ് ലഭിച്ചത്. പക്ഷേ മാർച്ചിൽ 16,458 വാഹനങ്ങൾ സെയിൽസ് ലഭിച്ചായിരുന്നു. 1,011 വാഹനങ്ങളുടെ വ്യത്യാസവും 6.14% ഡീ ഗ്രോത്ത് റേറ്റും വന്നിട്ടുണ്ട്. ഈ ഒരു ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ മൂന്നാമതായി ഏറ്റവും കുറവ് ഡീ ഗ്രോത്ത് റേറ്റ് എന്നും പറയാം, ഏറ്റവും കൂടുതൽ ഡീ ഗ്രോത്ത് റേറ്റ് എന്നും പറയാം. എനിവേ അപ്പോൾ ആ ഒരു പൊസിഷനിലാണ് ഈ വാഹനത്തിൻ്റെ ഡീ ഗ്രോത്ത് റേറ്റ് നിൽക്കുന്നത്. പിന്നെ ക്രെറ്റ എന്ന് പറയുമ്പം കുറേ കാലമായിട്ട് 16,000 മുകളിലൊക്കെ അവരിങ്ങനെ വിറ്റുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതിൽ നിന്ന് ഇപ്പോൾ പെട്ടെന്ന് 15,000 റേഞ്ചിലേക്കാണ് വന്നിരിക്കുന്നത്. ഭയങ്കര വലിയ ഡിപ്പാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ എന്നാലും കമ്പയർ ചെയ്യുന്ന സമയത്ത് ചെറിയൊരു ഡിപ്പ് വന്നിട്ടുണ്ട്. അത് പിന്നെ ഈ ഒരു ഫൈനാൻഷ്യൽ ഇയർ തീർന്ന സമയത്തുള്ള എന്തെങ്കിലും ഒരു പ്രശ്നമായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം വണ്ടികളുടെ പ്രൊഡക്ഷൻ കുറയ്ക്കുക, പിന്നെ ആ ഒരു ഡിസ്കൗണ്ടൊക്കെ ഇടയ്ക്ക് കൊടുക്കുക, അങ്ങനത്തെ ഒരു സ്കീമൊക്കെ വരുമല്ലോ ഏപ്രിൽ മാസമൊക്കെ ആകുമ്പോഴേക്കും. മാർച്ചിൽ കമ്പാരിറ്റീവ്ലി ഇത്തിരി പ്രൊഡക്ഷൻ കുറയ്ക്കാറുണ്ട് കമ്പനികൾ.
ഇനി അടുത്തതായി 4th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നമ്മുടെ മാരുതി സുസുക്കിയുടെ ഡിസയർ ആണ്. ഡിസയറിന് കഴിഞ്ഞ മാസം 15,825 വാഹനങ്ങൾ സെയിലാണ് ലഭിച്ചത്. മാർച്ചിൽ 15,894 വാഹനങ്ങൾ സെയിലുമായിരുന്നു ലഭിച്ചത്. വലിയ വ്യത്യാസമൊന്നുമില്ല, ജസ്റ്റ് 69 വണ്ടികളുടെ വ്യത്യാസവും അതുപോലെ 0.43% ഡീഗ്രോത്ത് റേറ്റും ഉള്ളൂ. ഈ കൂട്ടത്തിൽ വന്നിരിക്കുന്നതിൽ വെച്ച് ഏറ്റവും കുറവ് ഡീഗ്രോത്ത് റേറ്റ് ഉള്ള വാഹനം കൂടിയാണ് കഴിഞ്ഞ മാസം ഡിസയർ. പിന്നെ സ്വിഫ്റ്റ് നമ്മുടെ ഈ ഒരു ലിസ്റ്റിലില്ല, അത് ചിലപ്പം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമായിരിക്കും. ഇനി ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ ഞാൻ പറയാം, ഈ മാസം തന്നെ നമ്മുടെ സ്വിഫ്റ്റിൻ്റെ പുതിയ ജനറേഷൻ മോഡൽ വരുന്നതായിരിക്കും. ഒരുപക്ഷെ നിങ്ങൾ വീഡിയോ കാണുമ്പോഴേക്കും ആ വണ്ടി വന്നിട്ടുണ്ടാവും. 9 മെയ് ആണ് അതിൻ്റെ എസ്റ്റിമേറ്റഡ് ലോഞ്ച് ഡേറ്റ് പറഞ്ഞത്. ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിന് മുമ്പാണ്, അപ്പോൾ ചിലപ്പം അതിൻ്റെ ലോഞ്ചിൻ്റെ ഒരു ബഹളത്തിനൊക്കെ ശേഷമായിരിക്കും ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. എനിവേ അതിപ്പം വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എന്തായാലും അതുകൊണ്ട് സ്വിഫ്റ്റിൻ്റെ സെയിൽസ് പ്രൊഡക്ഷൻ അവർ നന്നായിട്ട് കുറച്ചിട്ടുണ്ട്. പക്ഷേ കമ്പാരിറ്റീവ്ലി ഡിസയർ വരാൻ ഇനി കുറച്ച് മാസങ്ങളുള്ളതുകൊണ്ട് ഡിസയറിൻ്റെ പ്രൊഡക്ഷൻ താൽക്കാലികമായിട്ട് അവരങ്ങനെ ഒരുപാട് കുറച്ചിട്ടൊന്നുമില്ല. ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടാണ് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി അടുത്തതായി 3rd പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നമ്മുടെ മാരുതി സുസുക്കിയുടെ ബ്രസയാണ്. ബ്രസയ്ക്ക് കഴിഞ്ഞ മാസം 17,113 വാഹനങ്ങളുടെ സെയിൽ കിട്ടിയിട്ടുണ്ട്. കുറച്ച് കാലത്തിന് ശേഷം ഒരു വലിയ അപ്പാണ് ഈ വാഹനത്തിൻ്റെ സെയിലിൽ വന്നിരിക്കുന്നത്. പൊതുവെ 14,000 15,000 ആ റേഞ്ചിലൊക്കെ ആയിരുന്നു. ഈവൻ മാർച്ചിലാണെങ്കിൽ പോലും 14,614 വാഹനങ്ങൾ സെയിലാണ് കിട്ടിയത്. പക്ഷേ കഴിഞ്ഞ മാസം 17,000 ഒരു കാറ്റഗറിയിലേക്ക് പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് 3rd പൊസിഷനിൽ വന്നിരിക്കുന്നത്. വ്യത്യാസമാണെങ്കിൽ പോലും 2,499 വാഹനങ്ങളുടെയാണ്. ഗ്രോത്ത് പെർസെൻറ്റേജ് നമുക്ക് ഈ ലിസ്റ്റിൽ വന്നിരിക്കുന്നതിൽ വെച്ച് ഏറ്റവും ഹൈ ബ്രസയ്ക്ക് തന്നെയാണ്. 17.1% ഗ്രോത്ത് റേറ്റ് ആണ് ഈ ഒരു വാഹനത്തിന് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും നെക്സോൺ എവിടെയെന്ന്. ഇപ്പോൾ ഇതോടുകൂടി നമുക്ക് കൺക്ലൂഡ് ചെയ്യാം, ബ്രസയാണ് സബ് 4 മീറ്റർ കാറ്റഗറിയിൽ ഏറ്റവും ബെസ്റ്റ് സെല്ലിംഗ് SUV. വേറൊരു മൈക്രോ SUV ഉണ്ട്, അത് വൈകാതെ മനസ്സിലാവും. പക്ഷെ എന്തായാലും നെക്സോൺ നമ്മുടെ ഇപ്രാവശ്യത്തെ ടോപ്പ് 10 ലിസ്റ്റിലില്ല. അത് 11th പൊസിഷനിലുണ്ട്. ടോപ്പ് 11 എടുക്കുകയാണ് നെക്സോൺ വന്നതിന്. പക്ഷെ എന്തായാലും ടോപ്പ് 10 നമുക്ക് നെക്സോൺ എടുക്കാൻ പറ്റില്ല. നമ്മുടെ ഇക്കോ ചെറിയൊരു വേരിയേഷൻ നെക്സോണിനെ താഴത്താക്കി കളഞ്ഞു. ഇനി 2nd പൊസിഷനിൽ നിൽക്കുന്ന വാഹനം വാഗണാറാണ്. വാഗണാറിന് കഴിഞ്ഞ മാസം 17,850 വാഹനങ്ങൾ സെയിൽസാണ് കിട്ടിയത്. മാർച്ചിൽ കമ്പാരിറ്റീവ്ലി കുറവായിരുന്നു. 16,368 വാഹനങ്ങൾ സെയിലായിരുന്നു ലഭിച്ചത്. അതായത് 1,482 വാഹനങ്ങളുടെ വ്യത്യാസവും 9.05% ഗ്രോത്ത് റേറ്റും വന്നിട്ടുണ്ട്. കമ്പാരിറ്റീവ്ലി അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഗ്രോത്ത് റേറ്റ് ഉണ്ടെന്ന് പറയാം. നമുക്കങ്ങനെ പ്രത്യേകിച്ച് നമ്പർ ഇട്ട് പറയേണ്ട കാര്യമൊന്നുമില്ല ഇതിന്. ഇനി നമ്പർ ഇട്ട് പറയണമെങ്കിൽ രണ്ടാമതായി ഏറ്റവും കുറവ് ഗ്രോത്ത് റേറ്റ് വന്ന വണ്ടി എന്നുള്ള കണക്കിൽപ്പെടുത്തേണ്ടി വരും. പക്ഷെ എന്നാലും കുഴപ്പമില്ല, ജസ്റ്റ് ഞാൻ പറയുന്ന പോലെ ആയിപ്പോകും. കാരണം ഇതും അതുപോലെ ഏറ്റവും കൂടുതൽ ഗ്രോത്ത് പെർസെൻറ്റേജ് ഉള്ള 3ാമത്തെ പൊസിഷൻ നിൽക്കുന്ന വാഹനം ഓൾമോസ്റ്റ് സെയിം ആണ്. അതിൻ്റെ ഒരു നമ്പർ ചെറിയ വ്യത്യാസമുള്ളൂ. അതാണ് നമ്മുടെ 1st പൊസിഷനിൽ നിൽക്കുന്ന വാഹനം ടാറ്റ പഞ്ച്. കഴിഞ്ഞതിൻ്റെ മുന്നത്തെ മാസം വാഗണാറിനെയും ബലേനോയും അതുപോലെ മാരുതി വാഹനങ്ങളെല്ലാം ഓവർടേക്ക് ചെയ്ത് 1st പൊസിഷനിൽ എത്തിയ പോലെ തന്നെ പഞ്ച് വീണ്ടും നമ്മുടെ ഏപ്രിൽ മാസത്തിൽ 1st പൊസിഷനിൽ എത്തിയിരിക്കുകയാണ്. 19,158 വാഹനങ്ങൾ സെയിൽസാണ് ഈ ഒരു വാഹനത്തിന് കിട്ടിയത്. ഇതുവരെ പഞ്ചിന് വന്നിരിക്കുന്നതിൽ ഏറ്റവും ഹയസ്റ്റ് സെയിൽസാണ്. പൊതുവെ 18,000 വരെയൊക്കെ വന്നിട്ടുണ്ട്, 18,500 ആ റേഞ്ച് വരെയൊക്കെ. പക്ഷേ ഇപ്പോൾ 19,000 റേഞ്ചിലേക്കും കയറിയിട്ടുണ്ട്. മാർച്ചിൽ 17,547 വാഹനങ്ങൾ സെയിലായിരുന്നു കിട്ടിയത്. 1,611 വണ്ടികളുടെ വ്യത്യാസവും 9.18% ഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. ഇതാണ് ഈ ലിസ്റ്റിലുള്ളതിൽ 3ാമതായി ഏറ്റവും കൂടുതൽ ഗ്രോത്ത് പെർസെൻറ്റേജ് ഉള്ള വാഹനം. പഞ്ച് ഏതായാലും ടാറ്റ ഇതുവരെ ഇറക്കിയിട്ടുള്ള വാഹനങ്ങളിൽ വെച്ചൊരു ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായി എന്ന് തന്നെ പറയും. നെക്സോണൊക്കെ ആണെങ്കിലും ടിയാഗോ ആണെങ്കിലും കുറച്ച് ടൈം എടുത്താണ് അതിന് ആ ഒരു സെയിൽസ് നമ്പേഴ്സ് അച്ചീവ് ചെയ്യാൻ പറ്റിയത്. പക്ഷേ പഞ്ച് ഇറങ്ങിയിട്ട് ഇപ്പോൾ 2-3 വർഷമൊക്കെ ആവുന്നുള്ളൂ. ആ ഒരു ടൈം കൊണ്ട് തന്നെ ഇത്രയും സെയിൽസ് അച്ചീവ് ചെയ്യാൻ ആ ഒരു വാഹനത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതും ഇത്രയും കാലം നമ്പർ 1ൽ നിന്ന് മാരുതി സുസുക്കി വാഹനങ്ങൾ ഓവർടേക്ക് ചെയ്താണ് ഇത് കയറിയെന്നും കൂടെ ആലോചിക്കണം. എനിവേ ഗൈസ്, ഇതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പ് 10 വാഹനങ്ങളുടെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.